ഹായ്. അപ്പോൾ ഇന്ന് ഒരു നാടൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഒരു ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി. ഒരിക്കലും ടി വിയിൽ ഒരു കുക്കറി ഷോയിൽ ഞാൻ ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ട് എപ്പോഴും ഉണ്ടാക്കുമായിരുന്നു ചിക്കൻ റോസ്റ്റ്. അപ്പോൾ ഒരു ദിവസം സമയമില്ലാതായപ്പോൾ ഇങ്ങനെ ആക്കിയതാണ്. അപ്പോൾ അന്ന് ഉണ്ടാക്കിയപ്പോൾ അതിന് ഭയങ്കര നല്ല അഭിപ്രായം വീട്ടിലെല്ലാവരും പറഞ്ഞു. പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ഈ കറി പത്തിരിയുടെ കൂടെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവാറുണ്ട് ഈ കറി. പിന്നെ ഒരിക്കൽ വീട്ടിൽ കസിൻസ് വന്നപ്പോഴും ഞാൻ ഈ കറി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അവർക്കും ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 3/4 ടേബിൾ സ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ കാശ്മീരി റെഡ് ചില്ലി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാനിത് 1/2 മുറി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ചിക്കൻ ഇനി നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. ചിക്കൻ മുഴുവനായിട്ട് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട. ഒരു പകുതി വേവാവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയും കുറച്ചും കൂടി സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ചിക്കൻ കുക്കായി കിട്ടും കംപ്ലീറ്റ് ആയിട്ട്. ഇനി വേറൊരു പാൻ എടുക്കുക. അതിലോട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം, അതാണ് ഈ കറിക്ക് ടേസ്റ്റ്. വെളിച്ചെണ്ണയും പിന്നെ തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റും അതെല്ലാം കൂടി ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ചെയ്യേണ്ടത് വേവിച്ച് വെച്ച ചിക്കൻ ഒരു പീസായിട്ട് എടുത്തിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പാൻ ഫ്രൈ ചെയ്താൽ മതി, നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ പുറത്തൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഫ്രൈ ചെയ്ത ചിക്കൻ കഴിക്കാനേ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഓയിൽ വെച്ചിട്ട് ഒരുപാട് നേരം ഫ്രൈ ചെയ്യൊന്നും വേണ്ട. എന്നാലും ആ പുറത്തൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം. ഇപ്പോൾ 2 ഭാഗം കളറൊക്കെ മാറി നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുക്കാം. ഇനി സെയിം പാനിൽ തന്നെ വേറെ ഓയിലൊന്നും ചേർത്ത് കൊടുക്കണ്ട. അതിൽ തന്നെ അത്യാവശ്യം വെളിച്ചെണ്ണ ഉണ്ടാവും. അതിലോട്ട് 1 കഷ്ണം പട്ട, പിന്നെ 2 ഏലക്ക, 2 ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കുക. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് വിട്ടുപോയതാണ്. ഇനി അതിലോട്ട് 1 മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി, പിന്നെ 2 പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 മീഡിയം സൈസിലുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അധികമൊന്നും ചേർക്കാനില്ല. നേരത്തെ നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് കുറച്ച് മസാലയൊക്കെ അതിൽ ചേർത്തതാണ്. അപ്പോൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അധികം ആവരുത്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ എപ്പോഴും ഗരം മസാലയൊക്കെ യൂസ് ചെയ്യുമ്പോൾ വീട്ടിലുണ്ടാക്കിയത് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. ഒരുപാട് ഗരം മസാല എങ്ങനെ ഉണ്ടാക്കുന്നതിനുള്ള റെസിപ്പിയൊക്കെ യൂട്യൂബിൽ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന റെഡിമെയ്ഡ് ആയിട്ടുള്ള ഗരം മസാല പൗഡർ ഒരിക്കലും വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടാറില്ല.
ഇനി ഇതിലോട്ട് നേരത്തെ ചിക്കൻ വേവിച്ച് ആ തേങ്ങാപ്പാൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം. അധികം ആവരുത്, അപ്പോൾ കറിയുടെ തിക്നെസ്സും പോവും, പിന്നെ കറിയുടെ ടേസ്റ്റും പോവും. ഇനി നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കനും കൂടി ചേർത്തിട്ട് ഞാൻ അടച്ചു വെച്ച് 2-3 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി ഇതുപോലെ 1 ടേബിൾ സ്പൂൺ കയ്യിലെടുക്കുക. എന്നിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായി പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കസൂരി മേത്തി ചേർക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് കറിക്ക്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കസൂരി മേത്തി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കറി ഉണ്ടാക്കാൻ. നല്ല സിമ്പിളാണ്, അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. പിന്നെ തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കുന്ന കാരണം ചിക്കന് നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ട് ആ ഒരു ടേസ്റ്റും അടിപൊളിയാണ്. പത്തിരിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക. നെയ്ച്ചോറോ പത്തിരിയോ അല്ലെങ്കിൽ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പിന്നീട് നിങ്ങളെ മെനുവിലെ ഒരു കറിയായിട്ട് മാറും, ഇത് ഉറപ്പാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ ചിക്കൻ കറി എന്തായാലും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.